നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും എവിടെയാണ് പെർഫോം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നിഫ്റ്റി നോക്കാം. നാളെ നിഫ്റ്റി ഫ്ലാറ്റ് ഓപ്പൺ ആവുകയാണെങ്കിൽ ഇവിടെ എങ്ങനെ പെർഫോം ചെയ്യുന്ന ക്യാൻഡിൽ ഇവിടെ കൺസോൾഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. ഈ ഏരിയയിൽ മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്തതിന് ശേഷം ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ്. ഫസ്റ്റ് ടാർഗറ്റ് 24,240, സെക്കൻഡ് ടാർഗറ്റ് 24,200. ഓക്കെ, ഇനി അതേപോലെ മാർക്കറ്റ് ഇവിടുന്ന് ഓപ്പൺ ആയതിനു ശേഷം മുകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചോ. ട്രാവൽ ചെയ്യുന്നു ഇവിടെ എത്തിയിട്ട് മാർക്കറ്റ് ഒരു റിവേഴ്സൽ ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ സിമിലർ ടു ദിസ്, ഈ ക്യാൻഡിൽ പോലെ ഒരു റിവേഴ്സൽ ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഡയറക്റ്റ് സെല്ലാന്ന് നോക്കുക. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് പ്രീവിയസ് ഡേ ക്ലോസിൻ്റെ അടുത്ത് ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് പതുക്കെ പോയി ഇവിടെ എത്തിയതിന് ശേഷം, അല്ലെങ്കിൽ ഈ ഒരു റെഡ് ലൈൻ വിച്ച് ഈസ് 24,350, 340 അടുത്ത് എത്തിയിട്ട് കൺസോൾഡേറ്റ് ചെയ്യുന്നത് ഇവിടെ തന്നെ കൺസോൾഡേറ്റ് ചെയ്യണം. കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇതേപോലെ ഇതിന് കൺസോൾട്ടേഷൻ എന്നല്ല പറയാം. മാർക്കറ്റ് ഇവിടെ സിഗ്സാക്ട് മൂവ്മെൻറ്റ് ഉണ്ടാക്കി. കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ചാർട്ടിൽ കാണിച്ചു തരാം. ഇതിനൊരു കൺസോൾട്ടേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു പൊസിഷനിൽ കൺസോൾട്ടേറ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിൽ ബ്രേക്ക് ചെയ്തപ്പോൾ മുകളിലേക്ക് പോയി. അതേപോലെ ഈ ഏരിയയിൽ ഒരു ചെറിയ കൺസോൾട്ടേഷൻ ചെയ്ത് മുകളിലേക്കല്ല താഴേക്ക് ബ്രേക്ക് ചെയ്തപ്പോൾ മാർക്കറ്റ് താഴേക്ക് വന്നു. അതേപോലത്തെ ഒരു കൺസോൾട്ടേഷനാണ് മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിലും, അതേപോലെ ചെറുങ്ങനെ ഗ്യാപ്പ് അപ്പോ അല്ലെ ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ട് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ കാണിക്കുന്നുണ്ടോ, അതിനുശേഷം ഏത് ടൈപ്പ് ഓഫ് ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നത്. ഇവിടെ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ ചിലപ്പോൾ ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഓൾറെഡി നമ്മളിവിടെ കണ്ടു ഇന്ന് ബയേഴ്സ് ഹെവിലി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എങ്ങനത്തെ ബ്രേക്ക് ഔട്ട് ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ ഒരു റിവേഴ്സൽ ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സെല് ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ്. സെക്കൻഡ് ടാർഗറ്റ് ഇവിടെ ഇല്ല ഫോർമേഷൻ എങ്ങനെയാണ്. ഇവിടെ ഇതുപോലെ വളരെ ഷാർപ്പ് ബ്രേക്കാണ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ മാർക്കറ്റ് വളരെ ഷാർപ്പായിട്ടാണ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി അതേപോലെ തന്നെ മാർക്കറ്റ് ഒരു ഇതിൻ്റെ താഴെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുമെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ക്യാൻഡിലിനനുസരിച്ചിട്ടായിരിക്കും കംപ്ലീറ്റ് ട്രേഡ്. ഇവിടെ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ക്യാൻഡിൽ ഇത് ബ്രേക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചോളൂ. ഒരു നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ 5 മിനിറ്റ്സിലോ പോയി നോക്കിയിട്ട് ഇത് ബ്രേക്ക് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ട്രേഡ് എടുക്കുക. ഈ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഫസ്റ്റ് ടാർഗറ്റ് നമ്മളെ ഈ ലൈനാണ് വിച്ച് ഈസ് 24,319. ഇതിൻ്റെ മുകളിൽ വരെ വരുമായിരിക്കും. ഇതാണ്. അതേപോലെ ചിലപ്പോൾ ഇവിടം വരെ പോകാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് മാക്സിമം ഇതേ പൊസിഷനിൽ ക്ലോസ് ചെയ്യാനും സാധ്യതയുണ്ട്. ഓക്കെ, അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇതേ ഒരു ഹിസ്റ്ററി റിപ്പീറ്റ് ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ 24th ട്രേഡ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് അതിൻ്റെ മൺഡേ മീൻസ് 21st മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണായി കൺസോൾട്ടേറ്റ് ചെയ്ത് പിന്നെ ഫോളങ്ങ് ഉണ്ടാക്കി, എന്നിട്ടൊന്ന് ജസ്റ്റ് ഒരു ഈ ഒരു ഇതിനെ ബ്രേക്ക് ചെയ്യാൻ നോക്കി, പറ്റിയില്ല. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഇവിടെ ക്ലോസ് ചെയ്ത് അടുത്ത ദിവസം ഇവിടെ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയി. എന്നിട്ട് ഇവിടെ നോക്കിയാൽ കൃത്യമായി ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഇവിടെ ഒരു നല്ലൊരു ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷൻ, റിവേഴ്സൽ ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷൻ ആയതിനു ശേഷം അവിടെ തന്നെ ആ ഒരു ഹൈയിൽ വന്നിട്ട് ക്ലോസ് ആയി. ഇതേ ഒരു ഫോർമേഷനാണ് നാളെ ഫ്രൈഡേ മാർക്കറ്റിൽ സാധ്യത എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയതിനു ശേഷം ഇവിടെ ഒരു റിവേഴ്സൽ ഫോർമേഷൻ ഉണ്ടാക്കിയതിന് ശേഷം മാർക്കറ്റ് ഗ്രാജ്വലി ഇവിടെ വന്നിട്ട് ഇതേ പൊസിഷനിൽ ക്ലോസ് ആവും. അതായത് ഈ ഹൈറ്റിൽ ക്ലോസ് ആവും. അതാണ് ഫ്ലാറ്റ് ഓപ്പണിങ്ങിലും ചെറിയ ഗ്യാപ്പ് അപ്പിലും സംഭവിക്കാൻ സാധ്യത. ഗ്യാപ്പ് ഡൗണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഗ്യാപ്പ് ഡൗൺ ആവുകയാണെങ്കിൽ മാർക്കറ്റ് ഇനി താഴേക്കാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതൊന്നിക്ക് ഷാർപ്പ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ല ആദ്യത്തെ ക്യാൻഡിൽ അങ്ങനത്തെ ഒരു ഷാർപ്പ് നെഗറ്റീവ് ക്യാൻഡിൽ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ് വിച്ച് ഈസ് 24,100. സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ ഇതാണ് വിച്ച് ഈസ് 24,180 അല്ലെങ്കിൽ 24,200, 24,100. ഇതിൻ്റെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഓപ്പൺ ആവുന്നെങ്കിൽ അവിടെ എങ്ങനത്തെ ക്യാൻഡിൽസാണ് ഫോം ചെയ്യുന്നത്, ഇതുപോലത്തെ ക്യാൻഡിലാണോ, അല്ല ഇവിടെ ഈ ഹൈറ്റിൽ കുറേ നേരം ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുശേഷം ഇത് ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ, ഫോൾസ് ബ്രേക്ക് ഔട്ട് ആകാൻ പാടില്ല. നമ്മളൊരു 2 ക്യാൻഡിലും നോക്കണം. പ്രോപ്പർ ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ മാർക്കറ്റ് ഒന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരും. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഇവിടെ രണ്ടാമത്തെ ടച്ച് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബൈ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ബ്രേക്ക് ഔട്ടിന് എടുക്കാണ്ടിരിക്കുന്നത് നല്ലത്. ബിക്കോസ് ഓൾറെഡി ഇവിടെ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിരിക്കും. സോ അതാണ് ഒരു ഓപ്ഷനിൽ. പിന്നെ ഡയറക്റ്റ് ഇവിടെ എവിടെയെങ്കിലും ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ ഞാൻ സെല് ചെയ്യും. ഈ ബോക്സിൻ്റെ ഉള്ളിൽ എവിടെ ഓപ്പൺ ആയാലും ഞാൻ മാർക്കറ്റ് സെല് ചെയ്യാനാണ് നോക്കുന്നത്. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ഈ പൊസിഷനിലായിരിക്കും വിച്ച് ഈസ് അറൗണ്ട് 24,300 ആണെങ്കിൽ എക്സിറ്റ് ചെയ്യുക. സെക്കൻഡ് ടാർഗറ്റിന് വെയിറ്റ് ചെയ്യേണ്ട. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് നിഫ്റ്റി. ഇനി ബാങ്ക് നിഫ്റ്റിയിലും 21st ജൂണിന് അതേ ഫോർമേഷൻ ആയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 21st മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയതിനു ശേഷം ഇവിടെ ഇങ്ങനെ വന്ന് ക്ലോസ് ചെയ്ത് ഈ ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേ ഗ്യാപ്പ് ഡൗൺ ആയി മാർക്കറ്റ് പിന്നെ ഈ ഹൈറ്റിലേക്ക് വന്നിട്ട് കൺസോൾട്ടേറ്റ് ചെയ്ത്
ഇതേ ഫോർമേഷനാണ് ബാങ്ക് നിഫ്റ്റിയിൽ നാളെ ഉണ്ടാവാൻ സാധ്യത. ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന ക്യാൻഡിൽ സ്റ്റിക്ക് ഏത് ടൈപ്പാണ്? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓൾറെഡി ഒരു റെസിസ്റ്റൻസ് ആണ്, നമുക്ക് ഇവിടുന്ന് സെല്ല് ചെയ്യാം. ഈ ഒരു പൊസിഷൻ വരെ നമുക്ക് റെസിസ്റ്റൻസ് ആണ്. ഇവിടെ ഉണ്ടാക്കുന്ന ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ നമുക്ക് സെല്ല് ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് ഇന്നലത്തെ പ്രീവിയസ് ഡേ ലോ ആണ്. സെക്കൻഡ് ടാർഗറ്റ് 52,500. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഞാൻ ഡയറക്റ്റ് ഇവിടം വരെ മാർക്കറ്റ് എത്തുന്നില്ല പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു പൊസിഷനിൽ ക്ലോസ് ആവാനാണ് സാധ്യത. സോ ഇവിടെ ഫോർമേഷൻ ഉണ്ടാകുന്ന ക്യാൻഡിലിൻ്റെ പൊസിഷൻ നോക്കി ലോവർ ടൈം ഫ്രെയിമിൽ നോക്കിയിട്ട് നമുക്ക് ഇവിടെ ഒരു ബൈ ഇനിഷ്യേറ്റ് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് ചെയ്ത് വെക്കുക. ടാർഗറ്റ് 350 വരെ എക്സ്പെക്റ്റ് ചെയ്യുക. ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ പോകുന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ ഒരു സെല്ല് ഇനിഷ്യേറ്റ് ചെയ്യുക. അത് ഡയറക്റ്റ് പോയിട്ട് പോകുകയാണെങ്കിൽ അവിടുന്ന് റിവേഴ്സിൽ കാണിച്ചവിടെ നമുക്കൊരു സെല്ല് ഇനിഷ്യേറ്റ് ചെയ്യാം. ഇനി അതല്ല, അവിടെ പോയതിന് ശേഷം മാർക്കറ്റ് ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്ട്രോങ് കൺസോൾട്ടേഷൻ ചെയ്തതിന് ശേഷം ഇവിടെയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൺസോൾട്ടേഷൻ ഇല്ല, മാർക്കറ്റ് ഇങ്ങനെ ഗ്രാജ്വലി വരുമായിരുന്നു. ഇവിടെ കാണിച്ച പോലെ കുറച്ച് ക്യാൻഡിൽസ് ഇവിടെ ഫോം ചെയ്തില്ലേ, അതേപോലെ ഫോം ചെയ്യണം. അതിനുശേഷം ഇത് ഫോൾസ് ബ്രേക്ക് ഔട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അതിനുശേഷം കണ്ടില്ല, അവിടെ നേരെ വന്ന് പിന്നെ അതേ ഒരു പൊസിഷനിൽ കൺസോൾട്ടേറ്റ് ചെയ്ത്. അപ്പോൾ അങ്ങനെയല്ല വേണ്ടേ, നമുക്ക് ഇവിടെ ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ഔട്ട് ആയതിനു ശേഷം വെയിറ്റ് ചെയ്യുക. അത് പ്രോപ്പർ ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ മാർക്കറ്റ് ഒന്ന് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ വരും. ആ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വാങ്ങിയാൽ മതി. ഇവിടെ തന്നെ ബ്രേക്ക് ഔട്ട് ആയപാട് വാങ്ങാൻ നിൽക്കണ്ട. ഓക്കെ, സോ അതാണെന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് പോകുമ്പോൾ. അതേപോലെയാണ് ഇവിടെ വന്നിട്ട് സ്ലോ ആൻഡ് ഗ്രാജ്വലി ഇവിടെ വന്ന് ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അല്ല, ഇവിടെ വന്നിട്ട് ഒരു റിവേഴ്സൽ ക്യാൻഡിൽ, ഇങ്ങനത്തെ ഒരു റിവേഴ്സൽ ക്യാൻഡിൽ ഉണ്ടാക്കുകയാണെങ്കിൽ റെഡ് ക്യാൻഡിൽ പോലത്തെ ഒരു റിവേഴ്സൽ, ഇതുപോലത്തെ ഒരു റിവേഴ്സൽ ക്യാൻഡിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് സെല്ല് ചെയ്യാം. നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് ഇത് തന്നെയാണ് 52,800, 850. ഇത് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആക്കാം. ഈ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയാണെങ്കിൽ മാർക്കറ്റ്, ഗ്യാപ്പ് അപ്പ് എവിടെ ഓപ്പൺ ആയാലും ഞാൻ മാർക്കറ്റ് സെല്ല് ചെയ്യാനോ നോക്കുക. ഇപ്പം ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ആയെന്ന് വെച്ചാൽ ഹെവി ഗ്യാപ്പ് അപ്പ്, അങ്ങനെയാണെങ്കിലും അവിടെ ഓപ്പൺ ആയ ഒരു നിമിഷത്തിൽ തന്നെ നമ്മൾ ഇതേപോലെ ഒരു മാർക്ക് ചെയ്തിട്ട് ഇവിടുത്തെ ക്യാൻഡിൽ നമുക്ക് ഒരു ഇത് ഇവിടം വരെ നോക്കുക. ഏകദേശം ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് ഇത് എക്സ്പെക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടം വരെ എക്സ്പെക്റ്റ് ചെയ്താലും മതി, ഈ ഒരു പൊസിഷനിൽ എക്സ്പെക്റ്റ് ചെയ്താൽ മതി. സോ അത് നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. സോ അതാണ് നമ്മൾ ഇന്നത്തെ ട്രേഡ് അനാലിസിസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.